ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൽത്തപ്പം ചൂടുന്ന വീഡിയോ ആണ്. ആവശ്യമായ പച്ചരി കുതിർത്ത് ചേർത്തതാണത്. ഇത് 2 ഗ്ലാസ് പച്ചരി. ഇങ്ങനത്തെ 2 ഗ്ലാസ് പച്ചരി നന്നായിട്ട് 6 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇത്തിരി ജാറിലേക്ക് ഇട്ട് അടുത്തത് 4 ഏലക്കായ എന്നതിലേക്ക്, പിന്നെ കുറച്ച് നല്ല ജീരകം, അടുത്തത് അതുപോലെ ഇങ്ങനത്തെ കരണ്ടിക്ക് 2 കരണ്ടി തേങ്ങ, അതേ അളവിന് തന്നെ ചോറ് ഇടണം. ചോറ് 2 കരണ്ടി ചോറ് ഇട്ട് വെള്ളം കുറച്ച് ഒഴിച്ചത്, അതിന് ലേശം കൂടി വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത്, ആവശ്യത്തിന് വെള്ളത്തിൽ കണക്ക് വെള്ളം. അങ്ങനെ അരി നന്നായിട്ട് അടിച്ചെടുത്ത് കിട്ടോ, ഇതുപോലെ ആവണം, കറക്റ്റ് വെള്ളം. അടുത്തത് ശർക്കര പാനിയാണ് റെഡിയാക്കണം. അതിന് ഞാൻ 4 ശർക്കര എടുത്ത്, പിന്നെ ആവശ്യത്തിനൊത്ത 4 ശർക്കര. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പാനിയാക്കി എടുക്കണം. ശേഷം ഇത്ര വെള്ളം മതിയാവും കേട്ടോ. നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അങ്ങനെ ശർക്കര അടുപ്പത്ത് വെച്ച് ഇതിന് നന്നായിട്ട് തിളച്ച് വരണം. അങ്ങനെ ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നു കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ ശർക്കര പാനി റെഡിയായി. ഇനി ഫ്ലെയിം ഓഫാക്കി വെക്കുക. അങ്ങനെ ഈ അടിച്ച് വെച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അടുത്തത് ഈ ശർക്കര പാനിയും ചൂടോടൊക്കെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരരിപ്പ വെക്കണം കേട്ടോ. അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം ഈ അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇതുപോലത്തെ ഒരു അരിപ്പ വെക്കുക. എന്നിട്ട് ചൂടോടൊക്കെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ചൂടോടൊക്കെ തന്നെ ഒഴിച്ചില്ലെങ്കിൽ കുക്കറപ്പം നന്നായി കിട്ടില്ല. അപ്പോൾ ചൂടോടൊക്കെ തന്നെ, ശർക്കര ചൂടോടൊക്കെ തന്നെ ഇതിലേക്ക് ഒഴിക്കണം. അങ്ങനെ മാവ് സെറ്റായി ഇതുപോലെ ആക്കിയെടുക്കണം. അങ്ങനെ മാവ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് കുക്കർ അടുപ്പത്ത് വെക്കട്ടോ. ഇത് നന്നായിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി വന്ന് കിട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. തേങ്ങാക്കൊത്താട്ടോ. തേങ്ങാക്കൊത്തും ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലാത്ത 5 ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ 6 ചെറിയ ചുവന്നുള്ളിയില്ലേ, അതതിൽ വേണ്ടിയത്. പക്ഷേ ഞാൻ വലിയുള്ളി എടുത്തത്. വലിയുള്ളിയും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഫ്ലെയിം ഉള്ളിലാക്കിയിട്ട് വെച്ച് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് അത് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉള്ളി നല്ലോണം വാടി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി വാടണം. അങ്ങനെ ഉള്ളി വാടി വന്ന് കിട്ടോ. ഇനി ഈ ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് ഈ മാവ് ഒഴിക്കുക.
ഇനി ഇത് കുക്കർ മൂടട്ടോ, ഒരു 10 സെക്കൻഡ് ഫുള്ള് ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിക്കാം. കുക്കർ അടച്ച് ഇനി 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അങ്ങനെ 10 സെക്കൻഡ് ആയിട്ടോ. ഇനി ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വേവിക്കാം. അങ്ങനെ ഇനി കുക്കർ തുറന്ന് നോക്കട്ടോ. അത് നല്ലോണം മണം വരുന്നുണ്ട്. ഇനി കുക്കർ ആവി വരുന്നുണ്ട് ചെറുങ്ങനെ. ഇത് വെന്തൊക്കെ നോക്കട്ടോ, തുറന്ന് നോക്കട്ടോ. അങ്ങനെ അടുപ്പത്തുനിന്ന് കുക്കർ കീച്ചിട്ടോ. ഇതാ കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ട്. ഇത് തണിഞ്ഞിട്ടിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ കുക്കറപ്പം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടേ ഉള്ളൂ. പിന്നെ മുറിക്കുക കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കുറച്ച് മധുരക്കുറവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.